അത് ഞാനാ ചെയ്യേണ്ടത്. റിപ്ലൈ കൊടുക്കരുത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ എത്തുന്നത് കുറെ ഓഫീസേഴ്സും കുറെ കള്ളന്മാരുമാണ്. ഇതിൽ ആരാണ് ഓഫീസർ ആരാണ് കള്ളർ എന്നൊക്കെ ഡൗട്ടിൽ ഞാനിങ്ങനെ നടുക്കിരിക്കുമ്പോൾ കള്ളനാരാണെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. ഞാനിവിടെ ഇങ്ങനെ കണ്ണട വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ മുകുന്ദനോ ഡ്യൂട്ടി ആണെന്ന്. അതുകൊണ്ടല്ല, വീണ ഈസ് എ ബ്യൂട്ടി. ഈ ഓഫീസറുടെ മിസ്സസ് ആയിരുന്നപ്പോൾ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. അയ്യേ, അഭിനയിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തോന്നിയായിരുന്നോ? അതിപ്പോ എല്ലാവരും പറയാൻ പറ്റില്ല. മമ്മൂക്കയിൽ നിന്ന് മോഹൻലാലിൽ നിന്ന് വ്യത്യസ്തമായി ചാക്കോച്ചനിൽ എന്താ ഉള്ളേ? അതെ, ഇത് വേറെന്തോ ആയി. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയണം. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലൂടെ എന്തായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്? ഇത്രയും വലിയൊരു ആങ്കർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിലൊക്കെ അഭിനയിക്കാനായിട്ട് പ്രിയാമണി തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ആണോ? ചാക്കോച്ചൻ എന്തുകൊണ്ടാണ്? പ്രിയാമണി ഇത് ഏത് പ്രായത്തിലെടുത്താണ്? നിങ്ങളാരും കണ്ടിട്ടില്ലേ? മുഖത്തിന്റെ 10th സ്റ്റാൻഡേർഡ് കാർമൽ അക്കാദമി സ്കൂൾ ലീഡർ ഓൾറൗണ്ടർ. ഓ മൈ ഗോഡ്, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലാണോ? പേടിയാണോ ഭാര്യ? അതുകൊണ്ടാണോ പറയാ? ഇവരെക്കാളൊക്കെ ചെറുപ്പായിട്ടിരിക്കുന്ന ചാക്കോച്ചനല്ലേ? ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ ഡാൻസിങ് റിയാലിറ്റി ഷോയുടെ ജഡ്ജായിരുന്നു അല്ലേ? അതെങ്ങനെ? ആൾക്കാരെ പറ്റിച്ച്. റിയാലിറ്റി ഷോ ഈസ് നോ മോർ റിയാലിറ്റി. ആക്ച്വലി മണി ഈസ് റിയൽ. സംസ്ഥാനം തോന്നിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ചാക്കോച്ചനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ. അപ്പൊ എന്റെ കൂടെ സ്ക്രീൻ സ്പേസ് അങ്ങനല്ല, അല്ല ഞാൻ പറയുന്നത്, ഞാൻ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഷോ. ഓഫീസർ ഓൺ ഡ്യൂട്ടി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ എത്തുന്നത് കുറെ ഓഫീസേഴ്സും കുറെ കള്ളന്മാരുമാണ്. ഇതിൽ ആരാണ് ഓഫീസർ ആരാണ് കള്ളർ എന്നൊക്കെ ഡൗട്ടിൽ ഞാനിങ്ങനെ നടുക്കിരിക്കുമ്പോൾ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? കള്ളനാരാണെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഞാനിവിടെ ഇങ്ങനെ കണ്ണട വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ മുകുന്ദനോ ഡ്യൂട്ടി ആണെന്ന്. അതുകൊണ്ടല്ല, ഒരു ചളു പറഞ്ഞോട്ടെ, വീണ ഈസ് എ ബ്യൂട്ടി. എന്നറിയില്ല, പുള്ളിക്കാരുടെ അടുത്തിരിക്കുമ്പോ ഞാൻ വെറും ഇതൊന്നുമില്ല. ഇത് കണ്ണീർ ഗ്രന്ഥിക്ക് നീര്, അതുകൊണ്ടാണ്. അതായത് കരണക്കുറ്റിക്കിട്ട് അടി. പച്ച മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഓഫീസർ ഡ്യൂട്ടി. ഇതൊരു ഓഫീസറാണോ? അല്ല, ഞാൻ പാസ്സായില്ല. ഓഫീസറാണോ? അല്ല. അല്ല. പക്ഷെ വിശാഖനെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ദുഷ്ടൻ ലുക്ക് ഉണ്ട്. അതുകൊണ്ടാണോ കള്ളനാക്കിയത്? സത്യത്തിലൊരു സത്യത്തിന്റെ അങ്ങനെയായിരുന്നോ? ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ സിനിമയിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും വിശാഖനോട് പറഞ്ഞിരുന്നോ ആ നല്ല ക്രൂര ലുക്ക് വേണം, അതുകൊണ്ടാണ് വിശാഖനെ ചൂസ് ചെയ്തതെന്ന്? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ അല്ല, വന്ന് മുടിയൊക്കെ വെട്ടി ആകെ മൊത്തം ലുക്ക് മാറ്റിയപ്പോ നല്ലൊരു ക്രൂരൻ ലുക്ക് ഉണ്ടായിരുന്നു. എന്ത് ലുക്ക്? ക്രൂരൻ. ഞാൻ കേട്ടോ, ഫാമിലി ഷോ ആയതുകൊണ്ട്. അല്ല, പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു കട്ട് ത്രോട്ട് നെഗറ്റീവ് ക്യാരക്ടറാണ്. ആണല്ലേ? കണ്ടവേ എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് പേടിയാണ്. സസ്പെൻസ് ആണ്, ആരോടും പറയണ്ട. ഈ ഓഫീസറുടെ മിസ്സസ് ആയിരുന്നപ്പോൾ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. അയ്യേ, അഭിനയിക്കാൻ പറ്റത്തില്ല. അതെന്താ? ഇതിൽ തോന്നി അഭിനയിക്കില്ല. എന്തെങ്കിലും തോന്നിയായിരുന്നോ?
അത് ഇപ്പൊ എല്ലായിടത്തും പറയാൻ പറ്റില്ല. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആണോ? ആദ്യമായിട്ടാണ് ഓബിയസ്ലി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആണ്. ചാക്കോച്ചായി, പ്രിയാമണി നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ ഭയങ്കര സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ മാത്രം അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം വന്ന ആരുടെ കൂടെയാ? ആരുടെ കൂടെയാ? ചാക്കോച്ചന്റെ കൂടെ. Of course. മമ്മൂക്കയിൽ നിന്ന് മോഹൻലാലിൽ നിന്ന് വ്യത്യസ്തമായി ചാക്കോച്ചനിൽ എന്താ ഉള്ളേ? അതെ, ഇത് വേറെന്തോ ആയിപ്പോ. No, it's not like that. അതായത് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയണം, അതാണ് ആഗ്രഹം. കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ലൈക് ഫ്രണ്ട്സ്. ആണോ? റംസാൻ ആണോ കുഞ്ചാക്കോ ബോബനാണോ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്? റംസാൻ. ഞങ്ങൾ ആദ്യം തന്നെ ഒരു അന്തർധാരം ഉണ്ടായിരുന്നു, ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ലേ ഡാൻസ് കളിക്കാൻ? അതായത് റംസാൻ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഡാൻസിന്റെ ഏരിയയിലേക്ക് അടുപ്പിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇതില് റംസാൻ ശരിക്കും പറഞ്ഞ ഡാൻസ് ഇല്ല. ആസ് എൻ ആക്ടർ ആണ് നമ്മൾ റംസാനെ ഇതിൽ പ്രസന്റ് ചെയ്യുന്നത്. ശത്രുക്കളെ ഒന്നും അടുപ്പിക്കില്ല, മനസ്സിലായി? ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലൂടെ എന്തായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്? ഇത്രയും ആൾക്കാരോട് ചെയ്യാന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം ഒരു ലക്കി തിങ് ആണ് വന്നത് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അത്രയും ഇടപെടാനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ലി ആയി ടോട്ടലായിട്ട്. സോ അടിപൊളിയായിരുന്നു. ഇത്രയും വലിയൊരു ആങ്കർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കുണ്ട് അതൊക്കെ, അതുകൊണ്ടല്ലേ എന്റെ വീഡിയോ ഓടണം. അതാണ് എന്റെ ആവശ്യം. ഉണ്ണിലാലോ സെറ്റിൽ ഉണ്ണിനെ എല്ലാരും ഉണ്ണിക്കുട്ടാന്നാണോ വിളിച്ചോണ്ടിരുന്നത്? അതെന്താ ലാലുണ്ണി ആണ്? ഉണ്ണിക്ക് ഇന്ന് പനിയായിട്ട് നിങ്ങളെ കാണാൻ ഓടി വന്നാന്നാ പറഞ്ഞത്. അറിയോ? ഞാനൊരു 3 ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മെമ്മറിയും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടുപേരോടും. ഈ ഫോട്ടോയുടെ മെമ്മറി എന്താണ്? എന്റെ ഹസ്ബൻഡ് തന്ന ബൊക്കെയാണ്. മുസ്തഫ. പിന്നെ അത് പേര് പറയട്ടെ ആണ് പറഞ്ഞായിരുന്നോ? ഓക്കെ. ഇത് 2014 പ്രണയമായിരുന്നല്ലേ? 2012. ഓക്കെ, ഡൺ. ഇനി അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനുള്ളതാണ്. ഇതെന്തായിരിക്കും? ഇത് എന്തായിരിക്കും? രണ്ടാൾക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ അച്ഛനും മോനും കൂടെയുള്ള ഈ ഒരു മെമ്മറി പറയൂ. ഇവിടെ നിങ്ങളോടല്ലടാ, ഇത് എനിക്ക് എത്ര വയസ്സാണ്? എനിക്കറിയില്ല. ഒരു 3 വയസ്സാണ്. അവിടെ ആ സമയത്ത് എന്ത് ഓർക്കാനാണത്? ഒന്നും ഓർമ്മയില്ലല്ലേ? ഒരു ഓർമ്മയില്ല. ആ സമയത്തുള്ള ഓർമ്മയില്ല ശരിക്കും. ആണോ? എനിക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് കഥയില്ല ഗൈസ്, അങ്ങനെയല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഇതിന് എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അമ്മയും എൽഡർ ബ്രദർ. ഓക്കെ, വാട്ട് ഈസ് ഹിസ് നെയിം ഈസ് വിശാഖ്. ഓക്കെ, അറിയായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു മൊമെന്റ് ഐ തിങ്ക് ഹിസ് നെയിം ഈസ് വിശാഖ്. ഓക്കെ, ഒരു ഫോട്ടോയും കൂടെ. ഇത് ഏത് പ്രായത്തിലെടുത്താണ്? നിങ്ങളാരും കണ്ടിട്ടില്ലേ? ഈ മുഖത്തിന്റെ എക്സ്പ്രഷൻ പടത്തിന് വേണ്ടിട്ട് ഇത് ഏത് പ്രായമാണെന്ന് അറിയില്ല എന്ന് പറയുന്നത്. ഞാൻ പറയാം 10th സ്റ്റാൻഡേർഡ് കാർമൽ അക്കാദമി സ്കൂൾ ലീഡർ ഓൾറൗണ്ടർ. ഓ മൈ ഗോഡ്, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലാണോ? പേടിയാണോ ഭാര്യ? അതുകൊണ്ടാണോ പറയാ? അല്ല, ഇപ്പൊ പേടിയാണോ? അതുകൊണ്ടാണോ? ഇപ്പൊ പേടിയായതുകൊണ്ട് ഗേൾ ഫ്രണ്ട്സേ ഇല്ലെന്ന്. ഈ പറയട്ടാ, ഈ സമയത്ത് ചേട്ടന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? ഉറപ്പ് എനിക്ക് ഈ സമയത്തും ഉണ്ട്. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ഫോട്ടോ. ഇത് ദിവാലിക്ക് എടുത്ത ഫോട്ടോ ആണ് ബാംഗ്ലൂരിൽ. ദാറ്റ്സ് അച്ഛൻ, അമ്മ, ഒബിയസ്ലി മൈസെൽഫ്, മൈ മദർ ഇൻ ലോ ആണ്. ഞാൻ ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് നോക്കിയപ്പോൾ മൊണാലിസയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വീട്. ഫോട്ടോ അല്ല, അത് ഇതാണ് സ്റ്റിച്ചിങ് ആണ്. കണ്ടോ? ആണോ? ഗ്രാൻഡ് മദർ ചെയ്തു. ഓ, അത് ശരി, സോറി കേട്ടോ, ഞാനപ്പോ വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഫോട്ടോ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓഫീസർ ഡ്യൂട്ടിയിലൊക്കെ അഭിനയിക്കാനായിട്ട് പ്രിയാമണി തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ആണോ? ചാക്കോച്ചൻ എന്തുകൊണ്ടാണ്? പ്രിയാമണി ഞാൻ പറഞ്ഞതിന് പോലെ തൊട്ട് മുന്നത്തെ സിനിമ അതിഭീകര ക്രൂരൻ, അതിനുശേഷം നല്ലവനായ ഒരു പോലീസ് ഉണ്ണി. ആര് പറഞ്ഞു? അല്ലേ? നല്ലവനല്ലേ? കാണും.
വേറെ ലെവലാണോ? നമുക്ക് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ Yeah, സംസാരിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല, പറയാം. ഇതില് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു പോലീസ് ഓഫീസറിന്റെ കഥയാണ്. പക്ഷെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പോലീസുകാരൻ തന്നെയാണ്. പക്ഷെ അയാളുടെ ലൈഫിലുള്ള കുറേ പ്രശ്നങ്ങൾ, അത് പ്രൊഫഷണലും പേഴ്സണലും ആയിട്ടുള്ള ഇഷ്യൂസ്, അത് വളരെ എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പറഞ്ഞു പോകുന്ന സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇപ്പം പോലീസ് സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നായാട്ട്, അല്ലെങ്കിൽ ഇലവിഴ പൂഞ്ചിറ, ഇരട്ട, കണ്ണൂർ സ്ക്വാഡ്, ഇങ്ങനത്തെ നല്ല മലയാള പോലീസ് സിനിമകൾ തന്നിട്ടുള്ള ടെക്നീഷ്യൻസ്, അതായത് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴുണ്ടാവുന്ന ഒരു എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക്. അപ്പൊ എന്തായിരിക്കും ഇവർ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ഭയങ്കര ഒരു വൈബ്, പോസിറ്റീവ് വൈബ് തീർച്ചയായിട്ടും നമുക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് തിയേറ്റർ വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. റംസാൻ ഇതിലേക്ക് എക്സൈറ്റ് ചെയ്യിച്ച എന്തായിരുന്നു സിനിമയിലേക്ക്? എന്നെ സെലക്ട് ചെയ്തത് ഓ, wow. അല്ല, സീരിയസ് ആയിട്ട് എന്നെ ഓഡീഷൻ വിളിച്ചാണ്. അപ്പം ഒരു ക്യാരക്ടർ എന്നിട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പൊ ലിഫ്റ്റ് എത്തുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുടി താടി ഒന്നും വെട്ടണ്ട, നമുക്ക് ഏത് ക്യാരക്ടറായിരുന്നു? സെയിം ക്യാരക്ടർ, മുടി താടിയൊന്നും വെട്ടണ്ട, അങ്ങനെ തന്നെ വെച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു പ്രതീക്ഷ വന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇതിനകത്ത് ചാക്കോച്ചനാണ് ഹീറോ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഇത്രയും നല്ല പടങ്ങൾ തന്നിട്ടുള്ള ആൾക്കാരാണ്, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളുടെ ബാക്കിൽ പ്രവർത്തിച്ചവരാണെന്നുള്ളത്. സോ അത് കേട്ടപ്പോ പിന്നെ ഞാൻ എന്തിനാണോ പറയുന്നത്, ഞാൻ എന്റെ പേര് പറഞ്ഞില്ല. ഇല്ല അല്ല, അതെനിക്കറിയില്ലായിരുന്നു. ചാക്കോച്ചന്റെ കാര്യം പറഞ്ഞു, മാട്ടിച്ചേട്ടൻ, ഷായിക്ക, എല്ലാവരുടെയും കാര്യം പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇന്നായി നടന്നപ്പോഴാണ് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിന്റെയും എല്ലാം നടന്നത്. അപ്പൊ എനിക്ക് തോന്നി യെസ്, എന്റെ അതിന് മുന്നത്തെ ഞാൻ ചെയ്ത സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു പരിപാടി വേണം ചെയ്യാനായിട്ട്. തൊട്ട് മുന്നത്തെ സിനിമയിൽ ഒത്തിരി ഡാൻസ് കളിച്ചുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡാൻസ് ഒക്കെ ഉണ്ടാവും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, ഒട്ടും ഉണ്ടായില്ല. എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാനായിട്ട് ആക്ച്വലി. ആണ് അല്ലേ? D4 ഡാൻസില് ആ മാർക്കിട്ട് കൊടുത്ത ശിഷ്യനോട് ഗുരുവിന് എന്താ പറയാനുള്ളത്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. I'm proud of him. ആണ്. ഇപ്പഴേ ഒരു അവസരം കിട്ടുള്ളൂ. ഗുരുവിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് നല്ല മാർക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും 30 വാങ്ങിച്ച കണ്ടസ്റ്റന്റ് ആണ്. പെർഫെക്റ്റ് സ്കോർ വാങ്ങിച്ച കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര വർഷമായി ഡാൻസ് പഠിക്കുന്നത്? പണ്ട് എന്നെ അമ്മ ഡാൻസ് പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. ചേട്ടാ എത്ര വർഷം പഠിച്ചേട്ടാ? ഞാൻ 5ാം ക്ലാസ്സിൽ 1 വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. അതാണ് ആകെ പഠിച്ചേക്കണേ? അത്ര പഠിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ ഡാൻസിങ് റിയാലിറ്റി ഷോയുടെ ജഡ്ജായിരുന്നു അല്ലേ? അതെങ്ങനെ? ആൾക്കാരെ പറ്റിച്ച് ഈ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത പ്രിയാമണി മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി എന്താണ്? റിയാലിറ്റി ഷോ ഈസ് നോ മോർ റിയാലിറ്റി. ആക്ച്വലി ഇപ്പോ ഇരിക്കുന്ന ഇതില് റിയാലിറ്റി ഷോസ് നോ മോർ റിയാലിറ്റി. നമ്മുടെ ഇതായിരുന്നു ഇറ്റ്സ് വെരി വെരി റിയൽ ആണ്. അപ്പൊ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്രിയാമണി പോകുമോ? പിന്നെ അതെ, വൈ നോട്ട്? റിയാലിറ്റി അല്ലെന്നേ പറഞ്ഞോളൂ. അതെ, ശരിക്കും മണി ഈസ് റിയൽ. പ്രിയാമണിയെ ഫില്ലുമണി എന്ന് വിളിക്കുന്ന ഏറ്റവും കൂടുതൽ തവണ വിളിക്കുന്ന ആരൊക്കെയാണ്? ആരും വിളിക്കില്ല. ആരും വിളിക്കാറില്ലേ? പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പേരിട്ടേ? അല്ല, ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ പ്രിയാമണി കുറെ പേര് ആ പേര് ഓൾറെഡി കുറെ പേരുടെ ഇതിൽ ഉണ്ടായിരുന്നു. ഐ തോട്ട് ഓക്കെ, പില്ലു ഇസ് മൈ നിക്നെയിം. അങ്ങനെ ഞാൻ അതിട്ടു. ആണ് അല്ലേ? വിശാഖേ, ഉറങ്ങിയോടാ? ഇല്ലല്ലേ? എന്നാണ്ട് വേറെ വിശേഷങ്ങൾ? ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ വിശാഖിന്റെ സിനിമകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള സിനിമകളാണല്ലോ ഞാൻ കണ്ടിരുന്ന സിനിമകളിലൊക്കെ. പക്ഷെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡുള്ള സിനിമകളിലേക്ക് കൂടുതലായിട്ട് വിശാഖിനെ വിളിക്കുന്നതായി തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറില്ല. പക്ഷെ ഈയിടെയായിട്ട് കുറച്ച് ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഒരു പ്രത്യേകം തരം ഒരു ഹൈ ആണ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. ആണ്. കുഞ്ചാക്കോ ബോബൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞു തന്നിരുന്നോ സിനിമയിൽ അഭിനയിക്കാനായിട്ട്? എന്ത് ചേട്ടാ അങ്ങനെയൊന്നും അതൊന്നും ആർക്കും കൊടുക്കൂലേ? എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ട കൊടുക്കാൻ. സത്യം പറയും കേട്ടോ, ചേട്ടനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമ്മളിപ്പോഴും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന ശിശുവാണ്. ഇന്നലെ പറയാൻ ആഗ്രഹം. ഈ ചിങ്ങത്തിൽ 17. പക്ഷെ എനിക്ക് കുഞ്ചാക്കോ ബോബൻ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖ് എന്ത് കൊടുക്കും? വീണയുടെ ഇന്റർവ്യൂവിൽ ഈ ഇത്രയും ആൾക്കാരുടെയൊക്കെ അഭിനയമൊക്കെ കണ്ടതിന് ശേഷം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അല്ല, ഉണ്ണി നേടിയെടുത്ത ഒരു കാര്യം എന്താണ്? ഒരു സ്കിൽ എന്താണ്?
ഇവരെല്ലാരും അഭിനയിക്കുന്നതൊക്കെ ഉണ്ണി ത്രൂ സെറ്റിൽ കണ്ട ആളാണ്. എന്താണ് ഉണ്ണി നേടിയെടുത്ത ഒരു സ്കിൽ? വിഷ്ണു ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷണൽസ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പണി ആ സമയത്ത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ഭയങ്കര ഫൺ ഫിൽ ടൈം ആയിരുന്നു. ബട്ട് വർക്കിന്റെ ടൈമിൽ ഇറ്റ് വാസ് ഹാപ്പി. എല്ലാവരും അടിപൊളിയായിട്ട് കണ്ടിന്യൂസ്, നമുക്ക് തോന്നുന്നു ഒരു 50 hours കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെയും വിട്ടിട്ട് ബാക്കി ടെക്നീഷ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഇത് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇങ്ങനെ 15 മണിക്കൂറോ 16 മണിക്കൂറോ കണ്ടിന്യൂസ് ആയി പ്രിയമണി ഒരു സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഏത് സിനിമ ചെയ്തിട്ടുണ്ട്. 36ഓ? അതേത് സിനിമ? 3 സിനിമകളുണ്ട്. ഒന്ന് യമദൊങ്ക, പിന്നെ വിശാലിന്റെ കൂടെ ചെയ്ത് മലൈക്കോട്ടെ, പിന്നെ വേറൊരു തെലുങ്ക് പടം കോൾ നവവസന്ത്. സോ ഈ 3ഉം ഒരു 5 hours ഇവിടെ, 5 hours ഉറക്കം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അങ്ങനെയൊന്നും ഇല്ലേ? ഒരു സെറ്റിലെ ഡാൻസ് ആയിരുന്നു, മറ്റേ സെറ്റിലെ ഇതായിരുന്നു. NTRന്റെ കൂടെ ഡാൻസ് ആയിരുന്നു, ജൂനിയർ NTRന്റെ കൂടെ. പിന്നെ മറ്റേതിൽ വിശാലിന്റെ, പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈ പോയി, അവിടെ വിശാലിന്റെ കൂടെ ആക്ഷൻ സം ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. പിന്നെ വീണ്ടും ഹൈദരാബാദിലേക്ക് വന്ന് തരുണിന്റെ കൂടെ ക്ലൈമാക്സ് സീക്വൻസ്, പിന്നെ വീണ്ടും ഡാൻസസ്. അങ്ങനെ വിശാഖല്ല, വിശാൽ. ചേട്ടൻ ഇങ്ങനെയുള്ള 36 മണിക്കൂറൊക്കെ അഭിനയിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നോ ജീവിതത്തില്? ഉണ്ടോ? അതെപ്പോഴായിരുന്നു? ഈ ഒരു 6 മിനിറ്റ് 36 മണിക്കൂർ. അതെ, നമ്മളിപ്പോ ഒരു ടീമല്ലേ? ഒരു ടീമല്ലേടാ? അങ്ങനെയാണെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ടൊരു ചോദ്യം പ്രിയാമണിയോട് ചോദിക്കട്ടെ. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണോ ഫ്രഷ് ആയിട്ട്? ഇതാണോ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ? ഐ തിങ്ക് ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കുന്ന ആ ഒരു ഇതായിരുന്നു എന്റെ ഫ്രഷ് ആയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓൺ സ്ക്രീനിൽ ആദ്യമായിട്ടൊരു അതിന് മുൻപ് ഫോൺ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടോ? ഡീഫോ ഡാൻസ് കണ്ടിട്ടുണ്ട്. ഡീഫോ ഡാൻസിൽ ഒരു പെർഫോമൻസ് ചുമ്മാ ഇംപ്രോംപ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അന്ന് ജഡ്ജസ് ആയിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നു, അതിനുശേഷം സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു വൈബും ഉണ്ടായിരുന്നു. നമുക്ക് കഥയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് ഓൺ സ്ക്രീൻ തിങ് വാസ് വർക്കിംഗ് ഔട്ട്. മെമ്മറബിൾ മൊമെന്റ് ആണ്. റംസാന് തോന്നിയ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ചാക്കോച്ചനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. എപ്പോഴും നമുക്കൊരു എന്റെ കൂടെ സ്ക്രീൻ സ്പേസ് മെമ്മറബിൾ ആയിട്ടില്ല. അങ്ങനല്ല, അല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇല്ല പില്ലിന്റെ കൂടെ പറയേണ്ട ആവശ്യമില്ല. അല്ല സത്യമായിട്ടും അല്ല ഇപ്പൊ എന്താ റംസാൻ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇല്ല, ആക്ച്വലി പില്ലുന്റെ കൂടെ ഈ പറയുന്ന പോലെ സ്റ്റേജ് പെർഫോമൻസ്, ജഡ്ജ്മെന്റും അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാരണം വി നോ ഈച്ച് അതർ. അപ്പോഴും ചാക്കോച്ച് എന്ന് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും മിന്നി മാറുമ്പോൾ മാത്രം കാണുന്ന ഒരു മനുഷ്യനാ. എപ്പോഴും നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അവൈലബിലിറ്റി ഉള്ള ആളല്ലല്ലോ. സോ സിനിമകളിൽ കണ്ട് അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, ഞാൻ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട് ചാക്കോച്ചന്റെ. അപ്പൊ കേട്ടായിരുന്നു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ വേറെ ക്രിഞ്ച് പറഞ്ഞോട്ടെ, ഇവരെക്കാളൊക്കെ ചെറുപ്പായിട്ടിരിക്കണ ചാക്കോച്ചനല്ലേ? അതും ഫ്രഷ്. തീരുന്നില്ല, കൈയടിച്ചിട്ട് സ്ലോ ക്ലാപ്പ്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് എല്ലാവർക്കും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണോ, ഒരു ക്രൈം ത്രില്ലർ ആണോ, മേർഡർ സ്റ്റോറി ആണോ, ഇങ്ങനെയുള്ള പല 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 സംശയങ്ങൾ എല്ലാവരിലേക്ക് വരുമ്പോ ചാക്കോച്ചൻ എന്ത് മറുപടി നൽകും? ഇതൊരു ക്രൈം ഡ്രാമ ത്രില്ലർ മൂവിയാണ്. അപ്പൊ എല്ലാം ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞ പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ക്യാരക്ടറൈസേഷൻസ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പാറ്റേണിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതും. പിന്നെ ചില കാര്യങ്ങൾ, ചില ഇഷ്യൂസ് ഇതിൽ ഡീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ജനറേഷൻ യൂത്തിനെ അല്ലെങ്കിൽ സൊസൈറ്റിയെ ബാധിക്കുന്നു എന്നുള്ളത് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ ഹരിശങ്കറിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു ഇമോഷണൽ ടേമോയിലും ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഇനി എൻ്റെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതുവരെ നമ്മൾ അങ്ങനെ കാണാത്ത രീതിയിലാണ്
പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ റംസാനെ നമ്മൾ ഒരു സിനിമയിൽ വരുമ്പോൾ ഡാൻസ് പ്രതീക്ഷിക്കുന്നു, പക്ഷെ അതല്ല. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ എന്റെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആണ്. ഇപ്പം വിശാഖനെ ആണെങ്കിലും വിശാഖനെ കാണാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് അവര് എങ്ങനെ സ്വീകരിക്കും എന്നതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു ടെൻഷൻ എന്തായാലും ഉണ്ട്. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. എക്സൈറ്റഡ് ആണ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റനോട് ചോദിച്ചോട്ടെ. അതായിരുന്നില്ല ലാസ്റ്റ്. അതെ, പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഭയങ്കര മസാല ക്വസ്റ്റ്യൻ മനസ്സിലേക്ക്. അയ്യേ വേണ്ട, പോവാ. ഈ റിയൽ ലൈഫ് ഹസ്ബൻഡും ഈ റിയൽ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണ്? അപ്പൊ ഓക്കെ, ബൈ 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 ബൈ. അത് ഞാനാ ചെയ്യേണ്ടത്. റിപ്ലൈ കൊടുക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇവരോട് ആരോടും ഒരു വിരോധം ഇല്ല. ഇവരൊക്കെ എന്നോട് നല്ല സ്നേഹത്തിലാണ് പോകുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ അവരെല്ലാരോടും എന്നെ തെറി വിളിക്കും. പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. Thank you. അപ്പൊ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഫെബ്രുവരി 20-ാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണ്. എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക, സിനിമ വിജയിപ്പിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ആത്മവിശ്വാസത്തോടെ എൻഗ്ലഡ് സാറിൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആറൻ ക്ലാസ്സസ്.